ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോഴത്തെ എല്ലാ ഗേൾസും ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്തിറങ്ങാറില്ല. അപ്പോൾ എസ്പെഷ്യലി ഞാനായാലും ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്തിറങ്ങാറില്ല. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാണിക്കാനും അതുപോലെ തന്നെ അത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ അത് വാട്ടർ പ്രൂഫ് ആണോ എന്നൊക്കെ ഉള്ളൊരു ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡാസ്ലറിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്കാണ് കേട്ടോ മേടിച്ചത്. ഞാൻ ശരിക്കും ഒരു 5 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഒരെണ്ണം എന്ത് പറ്റിയെന്ന് അറിയില്ല, അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എനിക്ക് 4 എണ്ണമാണ് വന്നത്. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാക്കറ്റ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വന്നത്. അപ്പോൾ അതെ, നല്ല അടിപൊളി പാക്കേജിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ അത് വാട്ടർ പ്രൂഫ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതെ, ഫസ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഡാസ്ലറിൻ്റെ ലിപ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് DLC002 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഡാസ്ലറിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 രൂപയാണ് കേട്ടോ. നമുക്ക് 200 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ലിപ്സ്റ്റിക്കിൽ ഒന്നാണ് ഈ ഡാസ്ലറിൻ്റെ ലിപ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് DLC002 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ കേട്ടോ. ഇത് കുറച്ച് എന്താ പറയുക, ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതെനിക്ക് സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. എനിക്ക് കുറച്ചുകൂടി ന്യൂഡ് ഷെയ്ഡാണ് ഇഷ്ടം. ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ക്യാൻഡിയുടെ സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിത് സ്യൂട്ടാവാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ലിപ്പിൽ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ചിങ്ങനെ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ഞാൻ ഇട്ട് നോക്കുമ്പോൾ ഞാൻ ലിപ് ബാം എല്ലാം മാച്ച് കളഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കാം. ചിലപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഞാനത് നോക്കിയാൽ എൻ്റെ കയ്യിലാവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതും എങ്ങനത്തെ ഷെയ്ഡാണെന്ന് എനിക്കറിയില്ല. നമുക്കിത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഞാൻ പാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. സെക്കൻഡ് വണ്ണാണ് ഞാനിപ്പോൾ സ്വാച്ച് ചെയ്തത് കേട്ടോ. ഇതൊരു റെഡിഷ് കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. കണ്ടോ, അപ്പോൾ ഇതൊരു തനി ഒരു റെഡ് കളർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് DLC006 ആണ് കണ്ടോ. അപ്പോൾ ഇതും കുറച്ച് കണ്ടോ ഡ്രൈ ആവാൻ കുറച്ച്
ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് ലാസ്റ്റത്തെ ഞാൻ ഇട്ടതിന് ശേഷം കണ്ടോ കയ്യിൽ സ്വാച്ച് ചെയ്ത് ഇപ്പോഴും ഡ്രൈ ആയിട്ടില്ല. ഇത് എന്താ പറയുക, നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലിപ്പ്. പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് തിരിയുമ്പോഴേക്കും എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ അത് പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോഴായാലും പെട്ടെന്ന് വായിലേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തരം ലിപ്സ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ഇതെനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതും ഞാൻ കിസ് പ്രൂഫാണോ എന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കൂ. അപ്പോൾ ഇതും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കൊന്നും ഡാസ്ലറിൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും ഇത്തരം ലിപ്സ്റ്റിക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് നോക്കിയിട്ടും ഈ സെയിം അവസ്ഥ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് കണ്ടോ പല്ലിലൊക്കെ പിന്നെയും ആവുക. ഇത് പെട്ടെന്ന് ഡ്രൈ ആവാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പല്ലിലായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ കിസ് ഒരെണ്ണം ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോൾ കിസ് പ്രൂഫ് അല്ല എന്ന് ഉറപ്പിച്ചു, അതുപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫ് അല്ല അതും ഞാൻ ഉറപ്പിച്ചു. ഇനിയിപ്പോൾ വാട്ടർ പ്രൂഫ് ആണോന്ന് ഇനിയിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തായാലും അടുത്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ആ ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ തുണി വെച്ചിട്ടാണ് ഞാൻ മാച്ച് കളഞ്ഞത്. അപ്പോൾ അത് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ അത് പോയപ്പോൾ മൊത്തം സ്കിന്നിങ്ങനെ പൊട്ടി കണ്ടോ. ജസ്റ്റ് എന്തെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവറോ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വരില്ലായിരുന്നു. ഞാനത് ആലോചിച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ലിപ്സ്റ്റിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനത്തെ ഷെയ്ഡാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് 190 ആണ്, 190 രൂപയാണ് ഇതെല്ലാത്തിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ എൻ്റെ കയ്യിലെല്ലാം അത് പടർന്നു. ഇത്ര ടൈമായിട്ടും അത് ഡ്രൈ ആയിട്ടില്ല. യെസ്, അപ്പോൾ ആ ഷെയ്ഡ് നോക്കിയേ, ഈ ഒരു മൂന്നാമത്തെ ഷെയ്ഡാണ് ഞാനിപ്പോൾ സ്വാച്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടിട്ട് കൊള്ളാം. അപ്പോൾ ഇനി ഞാനിത് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരും. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, ടോണിക്കൊക്കെ ഇല്ലേ, കുഞ്ഞു കുട്ടികളുടെ മരുന്ന്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അല്ല സോറി, സ്മെല്ലാണ് കേട്ടോ. ശരിക്കും സ്മെല്ല് വരുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നോക്കി എൻ്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയി. ഈ ഷെയ്ഡ് അടിപൊളിയാണ്. ഇത് ഡ്രൈ ആവാത്തൊരു പ്രശ്നം മാത്രമാണ് കേട്ടോ ഉള്ളത്. നമുക്കിത് നല്ല ലിപ്പൊക്കെ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വായിലേക്കും പോവും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് സ്മഡ്ജ് ആവുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് DLZ026 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഷെയ്ഡാണ്. നെക്സ്റ്റ്, അപ്പോൾ ഇതും ഇങ്ങനെ തന്നെയായി. ഇതിൻ്റെ ഷെയ്ഡ് പക്ഷേ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് വരുന്നത്. ലാസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചതും നേരത്തെ കാണിച്ചതും തമ്മിൽ നേരിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ്, മറ്റത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് കേട്ടോ. കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്
എനിക്കിഷ്ടം, എൻ്റെ ഫേവററ്റ് അതാണ്. അപ്പോൾ ദേ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ദേ ഈ 4th വണ്ണാണ് ഇപ്പോൾ കാണിച്ച ഷെയ്ഡ്. അപ്പോൾ ഈ ഷെയ്ഡ് അടിപൊളിയാണ്. നമ്മൾ ലാസ്റ്റ് കാണിച്ച ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ്. ഇത് DLC 004 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഷെയ്ഡിൻ്റെ നെയിം ഞാൻ ഓരോ ലിപ്സ്റ്റിക്കിൻ്റെയും ഫൂട്ടേജിൻ്റെ താഴെ ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എനിക്കിത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. പക്ഷേ ഡ്രൈ ആവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇതേ ഇപ്പോൾ എൻ്റെ കൈയൊക്കെ ആകെ നാശമായി. ഇനിയിപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം വാട്ടർ പ്രൂഫാണ്. കാരണം ഇത് വാട്ടർ പ്രൂഫേ അല്ല, ഇത് മസ്റ്റായിട്ടും ഇത് പോവും. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാം ഒരു അലങ്കോലായിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഈ ഒരു ഡാസ്ലർ ലിപ്സ്റ്റിക്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി ഈ ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു ഇത്തരം ടൈപ്പ് ലിപ്സ്റ്റിക് ലവർ അല്ല ഞാൻ. നല്ല അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ആളാണ്. പിന്നെ അതുമല്ല ആ ലിപ്സ്റ്റിക്ക് സ്മഡ്ജ് ആവാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവണം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ അവർ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡാസ്ലറിനെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഈ പാക്കറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് മാറ്റ് അല്ല, അതുപോലെ തന്നെ നോൺ ട്രാൻസ്ഫർ അല്ല, പിന്നെ സ്മഡ്ജ് ഫ്രീ അല്ല. അതെ, അവരൊന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് ഇതിനുള്ളതെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസിൽ വാട്ടർ വീഴുകയോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് പോവില്ല. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വായ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സ്മഡ്ജ് ആവും. അപ്പോൾ എനിക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് തോന്നുന്നില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് വൺ ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ലിപ് കളറാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഞാനൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ടാക്കിൻ്റെ ലിപ് സ്ക്രബാണ്. ഇപ്പം ഞാനിത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പഴയ തുണി വെച്ചിട്ടാണ് ഈ ലിപ്സ്റ്റിക്ക് എല്ലാം ഞാൻ റിമൂവ് ചെയ്തത്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് കളയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വരില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ചുണ്ട് ഫുൾ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലിപ്പിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പൊളിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ലിപ് സ്ക്രബ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ടാക്കിൻ്റെ ബീട്രൂട്ട് ലിപ് സ്ക്രബാണിത്. ഇതാണ്. അപ്പോൾ ഇത് 15 ഗ്രാമിൻ്റെ ലിപ് സ്ക്രബാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പാക്കേജിങ് ഒരു ഗ്ലാസ് ബോട്ടിലാണ് വന്നിട്ടുള്ളത്. സ്മെല്ല് ആ സ്മെല്ലിൽ നമ്മൾ അലിഞ്ഞു പോകും. ഇത് കണ്ടോ, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, ഞാനിത് കഴിഞ്ഞതിന് ശേഷമാണ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. വേണം ജസ്റ്റ് ഞാൻ കയ്യിലൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ലിപ്പിൽ നല്ലോണം ഈ ഒരു വിരൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ മാറിപ്പോക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും റിവ്യൂസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പരമാവധി റിവ്യൂസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
ബൈ, ടേക്ക് കെയർ.